ഹായ് ഓൾ, എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാം, നമ്മൾ FRS ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം, അതായത് ഫോട്ടോ ക്യാപ്ചറിങ്, അതായത് നമ്മുടെ THR കൊടുക്കുമ്പോൾ അംഗനവാടി ഗുണഭോക്താക്കൾക്ക് THR കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അതിലറിയാം, നമുക്ക് ഏറ്റവും കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് FRS പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന പകുതിയിലധികം ആൾക്കാർ ഇപ്പോഴും FRSും അതുപോലെ തന്നെ EKYCയും കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വിത്തിൻ 1 മന്തിനുള്ളിൽ നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റവും അതുപോലെ EKYCയും പൂർത്തീകരിക്കാനായിട്ട് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് THR കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ആധാർ വെരിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, THR കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. ഓർമ്മയില്ലേ? നമ്മൾ ഫസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ആധാർ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ THR കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ആധാർ വെരിഫൈഡ് അല്ലാത്ത ഒരു ബെനിഫിഷ്യറിക്ക് THRൻ്റെ ഓപ്ഷൻ അവിടെ ഹൈഡായിട്ടായിരിക്കും എടുക്കേണ്ടാവുക. സോ നമ്മൾ ആധാർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് THR കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ FRSും EKYCയും ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് അതിൽ സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സ്കിപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സ്കിപ്പ് ഓപ്ഷൻ കൊടുത്ത് FRSും EKYCയും ചെയ്യാതെ സ്കിപ്പ് കൊടുത്ത് എത്ര ദിവസത്തെ THR 25 ദിവസത്തെ കാണിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു 1 മന്ത് കഴിഞ്ഞാൽ, ഈ ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കിപ്പ് ഓപ്ഷൻ എടുത്ത് കളയുമെന്നാണ് അവർ പറയണത്. അങ്ങനെ സ്കിപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ EKYCയും FRSും ഫേസ് ക്യാപ്ചറിങ്ങും EKYCയും ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, THR ആ ബെനിഫിഷ്യറിക്ക് കൊടുത്തു എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മാനുവലി നിങ്ങൾ അംഗനവാടിയിൽ നിന്ന് നോർമലി എന്താ പറയുക കൊടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ പോഷൻ ട്രാക്കർ അത് രേഖപ്പെടുത്തിയില്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഡിജിറ്റലി പ്രൂഫായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് 1-2 എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ഒരു ഓപ്ഷൻ കൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഈ ടൈം ബൗണ്ടായിട്ട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കാണാം. കണ്ടതിന് ശേഷം അതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ FRS ചേഞ്ച്, അതായത് 30/5/2025 വന്നിട്ടുള്ള ഒരു ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് കഴിഞ്ഞ മെയ് മാസം 30 മുതലാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ നമ്മൾ നോർമലി ചെയ്യാനാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഈ 30 തൊട്ട് 30/5/25 മെയ് 30 തൊട്ട് എന്താണ് ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അഡീഷണലായിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ കാണിച്ചു തരാം. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്ന ഓർഡർ കാണിച്ചു തരാം. ആ ഓർഡർ പ്രകാരം പോഷൻ ട്രാക്കിൽ വന്നുള്ള ചേഞ്ച് പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഓർഡർ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറാണ്. അതിൽ കണ്ട മാൻഡേറ്ററി THR ഡെലിവറി ത്രൂ FRS മോണിറ്ററിങ് ദ അറ്റൻഡൻസ് ഓഫ് ചിൽഡ്രൻ അംഗനവാടി സെൻറ്റർ ആൻഡ് FRS അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. അതായത് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് THR കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ FRS അതുപോലെ EKYC കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് കാണാൻ പറ്റും, The THR distribution will be available in the profile of beneficiary from 30/5/2025. Further, it is also informed the onboarding of FRS, അതായത് ഫോട്ടോ ക്യാപ്ചറിങ് ആൻഡ് EKYC, അതിനാണ് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, can also be done by beneficiary herself or himself through പോഷൻ ട്രാക്കർ ബെനിഫിഷ്യറി സിറ്റിസൺ മൊഡ്യൂൾ. കേട്ടാ, പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറിയുടെ സിറ്റിസൺ മൊഡ്യൂളിൽ പോയാലും ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ അതാത് ബെനിഫിഷ്യറി എന്തായാലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. അംഗനവാടിയിൽ വന്ന് ബെനിഫിഷ്യറി ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഫോട്ടോ എടുക്കണം, അവരുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ പോകുമ്പോൾ പോഷൻ ട്രാക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ 3 ഓപ്ഷൻ നമുക്കറിയാമല്ലോ. നമ്മളിത് എന്തായി ചെയ്യാറുള്ളത്, ടീച്ചർമാർ അംഗനവാടി വർക്കർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കാറുള്ളത്. അറിയാലോ, അംഗനവാടി വർക്കർ എന്നുള്ള അത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്കൊരു ഉപകാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിൻ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ KYCയും FRSും നടത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ കുറച്ചുകൂടി യൂത്തായിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് അത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ഈ FRSും KYCയും ചെയ്യിക്കാൻ പറ്റും. മുന്നേ നമുക്ക് ചെയ്യുമ്പോൾ അവർക്ക് പറ്റില്ലായിരുന്നു, അംഗൻവാടി ടീച്ചറുടെ ലോഗിൻ വഴി മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളംഗൻവാടി വർക്കറുടെ ലോഗിനിൽ ചെയ്യണ പോലെ തന്നെ അതായത് FRS ചെയ്യാത്ത, അതായത് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം അല്ലെങ്കിൽ KYC ചെയ്യാത്തവരുടെ എന്ത് ചെയ്യാൻ പറയുക, പോഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. നമുക്കറിയാം, നമ്മൾ പ്ലേ സ്റ്റോറിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളെങ്ങനെയാണ് പോഷൻ ട്രാക്കർ കിട്ടുക എന്നുള്ളത്, ആ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് അവരോട് ഇവിടെ പോയിട്ട് പോഷൻ ട്രാക്കറിന് അടിക്കാൻ പറയാം. മനസ്സിലായ? പോഷൻ ട്രാക്കറിന് അടിക്കുക, നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കറിന് അടിക്കുക. പോഷൻ ട്രാക്കറിന് അടിച്ചതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് ആണ് കിടക്കുന്നത്, അത് നോക്കണ്ട, അവരോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. ബെനിഫിഷ്യറിയുടെ അടുത്ത് നമ്മുടെ പോഷൻ ട്രാക്കർ എന്ത് ചെയ്യാനായിട്ട് പറയണം, അവരോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. ദെൻ അവരെന്ത് ചെയ്യും, പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യും. അവർ ബെനിഫിഷ്യറിയോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അവർ നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ അവരിത് ഓപ്പൺ ആക്കും. അപ്പോൾ ബെനിഫിഷ്യറിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല, കാരണം അവർ ആദ്യമായിട്ടായിരിക്കും പോഷൻ ട്രാക്കർ അവർ ഫോണുകളിൽ ഓപ്പൺ ആക്കുന്നുണ്ടാവുക. ഇത് നമ്മളവരെ നിർബന്ധിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ചെയ്യാം, നമ്മൾ ടീച്ചർമാർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് പോഷൻ ട്രാക്കർ ഇതുപോലെ. ദെൻ നിങ്ങൾക്കറിയാം, സാധാരണ ടീച്ചർമാരാകുമ്പോൾ അംഗനവാടി വർക്കർ എന്നുള്ളതാണ് മുകളിലേക്കാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാറുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, THRൽ ബെനിഫിഷ്യറിയിൽ പോയി THRനകത്ത് കയറി നമ്മൾ എന്ത് ചെയ്യും, ബാക്കി സ്റ്റെപ്പുകൾ ചെയ്ത് FRSും ഫോട്ടോ എടുക്കലും KYCയും ചെയ്യാറുണ്ട്. നോർമൽ ചെയ്യുന്ന പ്രവർത്തനം തന്നെ നിങ്ങൾക്കറിയാലോ. ഇത് എന്താണ്, ബെനിഫിഷ്യറി ആണല്ലോ ചെയ്യണത്. അപ്പോൾ ബെനിഫിഷ്യറി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ബെനിഫിഷ്യറി ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ബെനിഫിഷ്യറി മൂന്നാമത്തെ ഓപ്ഷൻ മൂന്നാമതായിട്ട് കണ്ടില്ലേ, ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിൻ കണ്ട, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത് ബെനിഫിഷ്യറിയുടെ എന്താണ്, ലോഗിനാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ബെനിഫിഷ്യറി ഒറ്റ ഫോൺ നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഒറ്റ ഫോൺ നമ്പർ, ഇപ്പോൾ ഒരു 10 ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ ആ ഫോൺ നമ്പർ ഇവിടെ അടിക്കുമ്പോൾ ആ ബെനിഫിഷ്യറിക്കാണ് OTP പോവുക. ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവരോട് പറയണം ആ ഫോൺ നമ്പർ അടിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ബെനിഫിഷ്യറി ആണെങ്കിൽ ആ ബെനിഫിഷ്യറി അവരുടെ ഫോൺ നമ്പർ അവിടെ അടിച്ച് റിക്വസ്റ്റ് OTP ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫോൺ നമ്പറിലേക്ക് OTP പോവും. ബെനിഫിഷ്യറിയുടെ ഈ ഫോൺ നമ്പറിലേക്ക് OTP പോവും. ആ ഫോൺ നമ്പറിലേക്ക് OTP പോയിട്ട് ആ ബെനിഫിഷ്യറി അത് ക്ലിക്ക് ചെയ്യണ സമയത്ത് OTP 4 ഡിജിറ്റ് ആയിരിക്കും. ആ OTP അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇതിനകത്തേക്ക് ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് വരും. ആരാണോ ബെനിഫിഷ്യറി, ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ ആ ബെനിഫിഷ്യറിക്ക് FRSും ഫോട്ടോ എടുക്കണ ഒരു പ്രോസസ്സും അതുപോലെ KYCയും സ്വയം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് കൊടുക്കാതെ തന്നെ ആ ബെനിഫിഷ്യറിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായ? അതായത് ഫോട്ടോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അവർക്ക് എടുക്കാം. വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആരെ കൊണ്ട് എടുപ്പിച്ചാൽ മതിയല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്താലാണ് ഇതിൽ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ആവാന്നുള്ളത് ബെനിഫിഷ്യറിക്ക് ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. ദെൻ KYC ആധാർ അടിച്ചു കൊടുത്ത് ഇങ്ങനെ വെരിഫൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതിന് ശേഷം വരുന്ന THRൻ്റെ എണ്ണം ഉണ്ടല്ലോ, അതായത് 25 ദിവസത്തേക്ക് കാണിക്കണം സംഭവങ്ങളൊക്കെ ടീച്ചർമാർ തന്നെ ചെയ്യണം. അതിന് മുന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ട് വരുന്ന കേസുകൾ ഇതുപോലെ ബെനിഫിഷ്യറിയോട് പറഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കംപ്ലീറ്റ്ലി ബെനിഫിഷ്യറിയുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ പറയരുത്, നിങ്ങളുടെ ഡ്യൂട്ടി തന്നെയാണ്. പക്ഷേ ഈ സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് നമുക്കിവിടെ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ FRS ചെയ്ത് കഴിയാത്തവർ, FRS ആയാലും KYC ആയാലും ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബെനിഫിഷ്യറിയോട് പോഷൻ ട്രാക്കർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവരോട് ഇതിലെ ബെനിഫിഷ്യറി ലോഗിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ കണ്ട, നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് തുറന്നു വരും. നോർമലി ഈ തുറന്ന് വരും 2-3 സ്റ്റെപ്പ് ഉണ്ട് തുറന്ന് വരുമ്പോൾ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കാണാം 3 ഓപ്ഷൻ കാണാം. അതിൽ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പറയുക.
അതിൽ അവരോട് അവരുടെ ഫോൺ നമ്പർ, ആ ബെനിഫിഷ്യറി പോർഷൻ ട്രാക്കറിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അതായിരിക്കണം കേട്ടോ, വേറെ നമ്പർ പാടില്ല. ഓൾട്ടർനേറ്റീവ് അല്ല, പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്ത നമ്പർ ഏതാണോ അത് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടല്ലേ ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുക. അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അടിക്കുക, എന്ത് ചെയ്യുക, OTP അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് പോവും. അത് ഇപ്പോൾ ഞാൻ റിക്വസ്റ്റ് കൊടുക്കണില്ല, ആ റിക്വസ്റ്റ് OTP ഞെക്കി കഴിഞ്ഞാൽ OTP വരും. ആർക്ക് പോവും? ബെനിഫിഷ്യറിക്ക് പോവും. ആ OTP അവരെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ ഫോൺ, അവരടിക്കും. ദെൻ അവരെന്ത് ചെയ്യും? ഫോട്ടോ ക്യാപ്ചറിങ് അവർ തന്നെ ചെയ്യാൻ പറ്റും, KYCയും ചെയ്യാൻ പറ്റും. പക്ഷേ അത് അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യണതാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ അംഗനവാടിയിൽ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം 30-ാം തീയതി തൊട്ട്, അതായത് മെയ് 30 തൊട്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ്. അതൊരു അഡീഷണൽ സപ്പോർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞു തന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുള്ളത്, രണ്ടാമതായിട്ട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് 1/7/25 തൊട്ട്, അതായത് ജൂലൈ 1-ാം തീയതി തൊട്ട് അറ്റൻഡൻസ് മാർക്കിങ് HCM സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. ജൂലൈ 1-ാം തീയതി തൊട്ട് 1/7/2020. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൊട്ടേ അറ്റൻഡൻസ്, അതായത് 3 to 6 പ്രീ സ്കൂൾ, നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളുണ്ടല്ലോ, 3 to 6 കുട്ടികൾ, അംഗനവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ അറ്റൻഡൻസ് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. 3 to 6 ഉള്ള പ്രീ സ്കൂൾ അംഗനവാടിയിൽ വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. കൃത്യമായിട്ട് അവർക്ക് ഹോട്ട് കുക്ക്ഡ് മീൽ, അതായത് ചൂടാക്കിയ ഭക്ഷണം തന്നെ കൊടുക്കണം. അത് കൃത്യമായിട്ട് നമ്മുടെ ഓർഡറിൽ പറയുന്നുണ്ട്. നമ്മൾ നോർമലി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആ ഓർഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഓർഡർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ടു മോണിറ്റർ അറ്റൻഡൻസ് ഓഫ് ചിൽഡ്രൻ 3 to 6 years attend in Anganwadi centers and their hot cooked meals. And monitor the attendance of children. The feature of marking their attendance and taking of hot cooked meals will be made compulsory from 1/7/2025. കണ്ട, 1/7/2025. Feature of marking their attendance and taking of hot cooked meals will be made compulsory from 1/7/2025. കമ്പൽസറി ആയിട്ടും 1/7/2025 തൊട്ട് ഒരു മോണിറ്റർ ചെയ്യുന്ന പറയണേ. ഇപ്പോൾ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡൻസ് ഇടുന്നതും ഹോട്ട് കുക്ക്ഡ് മീൽ കൊടുക്കുന്നതും കൃത്യമായിട്ട് കാണിക്കുക. നിങ്ങൾക്കറിയാം, അറ്റൻഡൻസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ 3 to 6 കുട്ടികൾക്കുള്ള ഹോട്ട് കുക്ക്ഡ് മീലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 3 to 6 പോയിട്ട് നിങ്ങൾ HCM ഇടാനായിട്ട് വിട്ടു പോകരുത്. കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി കാണിക്കുക കേട്ടോ. പിന്നെ ഒരു മൂന്നാമതൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്, FRS and KYC add a new beneficiary section. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അതുപോലെ KYC ഒക്കെ നമുക്ക് എവിടെയാണ്? നമ്മൾ ബെനിഫിഷ്യറിയിലെ പോയിട്ട് ആ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രഗ്നൻറ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിന് THRൽ പോയിട്ടാണ് നമ്മൾ ചെയ്യണത് അല്ലേ? ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ, ഇവിടെ നമ്മൾ നോർമലി നമ്മൾ കാറ്റഗറിയിൽ പോയി ഇപ്പം നമുക്കൊരു പുതിയ ആളെ ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 0 to 6 മന്തിൽ പുതിയൊരു കുട്ടീനെ ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. ആ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയും. കണ്ടില്ലേ? ഈ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കണ്ട, ഇതിപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുള്ള ഇങ്ങനെ ഒരു ഓപ്ഷൻ, ദിവ്യാഞ്ജൻ കണ്ട, ചൈൽഡ് ഡിക്ലയേർഡ് ദിവ്യാഞ്ജൻ ബൈ ദ CMO മെഡിക്കൽ അതോറിറ്റി. കണ്ട, ഇതൊരു ഓപ്ഷൻ പുതിയത് വന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വരും? FRSഉം KYCയും ഈ കുട്ടീനെ ചേർക്കണ സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ നിങ്ങൾ ചേർത്തതിന് ശേഷം പിന്നീടാണ് ചെയ്യണത്. അത് പക്ഷേ 1/8 മുതൽ, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഇത് ചെയ്യണ സമയത്ത് തന്നെ ഇതിന് താഴെയായിട്ടൊരു ഓപ്ഷൻ വരുന്നതാണ് പറയണത്. പുതിയ കുട്ടീനെ ചേർക്കുമ്പോൾ തന്നെ KYCയും FRSയും ചെയ്യാനുള്ള ഓപ്ഷൻ വരും എന്നാണ് പറയണത്. അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? FRS കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബെനിഫിഷ്യറിയുടെ സപ്പോർട്ടോടുകൂടി ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് FRS പൂർത്തീകരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FRS ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിനിൽ പോയിട്ട് അവരോട് തന്നെ ചെയ്യാൻ പറയാം, ബെനിഫിഷ്യറിയോട് തന്നെ ചെയ്യാൻ പറയാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോണിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരാൾക്കാരാണ് പറയണമെങ്കിൽ അവരത് തെറ്റിച്ച് ചെയ്യും, ബുദ്ധിമുട്ടുകളാവും. അതുകൊണ്ട് അത്യാവശ്യം അറിയാവുന്നവരെടുത്ത് തന്നെ ചെയ്യാൻ പറയാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിരുന്നാലും അവരോട് തന്നെ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത സ്റ്റെപ്പ് അനുസരിച്ച് അവർ ചെയ്തോളും. അല്ല, ഒട്ടും അറിയാത്തവരാ, ഫോണിനെ കുറിച്ച് അത്ര അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി തന്നതാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.